പ്രിട്ടി പെറ്റ്സ് ട്രിവാൻഡ്രത്ത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലാണ് നിൽക്കുന്നത്. നമ്മുടെ സുകുമാർ സാറിൻ്റെ വീട്ടിലാണ്. നമുക്ക് സുകുമാർ സാറിൻ്റെ മകൻ കൂടെയുണ്ട്, ധീരജ്. ധീരജിൻ്റെ പെറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. വെൽക്കം ടു പ്രിട്ടി പെറ്റ്സ്. ധീരജ് പറയൂ, എന്താണ് ധീരജിൻ്റെ പ്രിട്ടി പെറ്റ്സിലേക്ക് തരാനുള്ള ഡോഗിൻ്റെ പേര്? റാംബോ. റാംബോ ഏത് ബ്രീഡാ? അവൻ മിനിയേച്ചർ പോമറേനിയനാണ്, സ്പിറ്റ്സ് മോഡലിലുള്ള. ഇവനിപ്പോ ബേസിക്കലി എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആണ്, കുഴപ്പമൊന്നുമില്ല. അതായത് വരുന്നവരും കാണുന്ന നല്ല ചാടി കളിച്ചൊക്കെയാണ്. പക്ഷെ അവര് ഒരു ഒന്ന് പിന്നാക്കുന്ന കാലം പേടി കാണിക്കാൻ ഉടനെ യൂട്ടിലൈസ് ചെയ്ത് ഭയങ്കര കുറയും അഗ്രസീവ് ആണ്, ചാടിക്ക് ചാർജ് ചെയ്യാൻ പോകുന്നതൊക്കെ. അതായത് നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പോലും നമ്മളെ പോലും കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ. അതായത് ഇവൻ അഗ്രസീവ് ആണെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. മിക്കവാറും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്, പക്ഷെ അവര് പേടി കാണിക്കാൻ ഇവനത് ഇവരെ കടിക്കാനായിട്ട് പോയില്ല. എന്നാൽ നമ്മൾ പിടിക്കാൻ കൺട്രോൾ ചെയ്യാൻ പോയി അപ്പൊ നമുക്ക് കടിക്കും. അതായത് ഓണറിനെ തന്നെ കടിക്കും. അതായത് ഹാൻഡിൽ ചെയ്യുമ്പോഴുള്ള ബൈറ്റ്. അത് ആർക്കൊക്കെ ഈ ബൈറ്റ് വരുന്നുണ്ട്? അതിപ്പോ ആര് പിടിച്ചാലും വരും. ഇപ്പൊ ഞാൻ പിടിച്ചാലും വരും, അമ്മ പിടിച്ചാലും ജനറലി റിയാക്ട് ചെയ്യും. അപ്പൊ റിയാക്ട് ചെയ്യും. പിന്നെ വായിന്ന് കടി എന്തെങ്കിലും കടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വായിന്ന് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് റബ്ബർ ബാൻഡ് അങ്ങനെ എന്തെങ്കിലും ബാക്കിയാത്തുണ്ടെങ്കിൽ അത് വിടില്ല. വിടില്ല. ഓക്കെ, അപ്പൊ അത് വിടില്ല, അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ കടിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ മാറിത്തരും, നമ്മുടെ സ്പേസ് തരും ഇല്ല. എങ്ങനെ? അതായത് ഇപ്പൊ കടിച്ചോണ്ട് എടുക്കാൻ പോകുന്നു, നമ്മൾ അടുത്ത് പോവുകയാണെങ്കിൽ അടിക്കാൻ വേണ്ടി ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ചുള്ളി പോകുന്ന മാതിരി പെട്ടെന്ന് കൂടി ഓടി പോകും. പക്ഷെ എന്നാലും അടിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോഴും കടിക്കാൻ വരും, അഗ്രസീവ് ആയിട്ട് പറയും. അപ്പൊ ഇതിനു മുമ്പ് അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ. അത്യാവശ്യം അപ്പൊ നമുക്ക് അവന്റെ പേരെന്താണ്? റാംബോ. അപ്പൊ നമുക്ക് റാംബോയെ നോക്കാം. റാംബോയെ പരിപാലിക്കുന്ന ആരൊക്കെയാണ്? ഞാനും അമ്മയാണ് കൂടുതലും. ഇപ്പൊ ഇവന് എത്ര വയസ്സായി? ഇത് മാഡത്തിന്റെ അടുത്ത് വരുമ്പോഴും ഭയങ്കര റിയാക്റ്റീവ് ആണോ? കുറച്ച് തിരിച്ചിങ്ങോട്ട് വന്നേ, അങ്ങോട്ട് വന്നേ. മാഡം ഒന്ന് പിടിച്ച്. ആൾക്കാരെ കാണുമ്പോഴേ ഉള്ളൂ. പറഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, മൂഡ് മാറുന്നത് എന്തെങ്കിലും എടുക്കുമ്പോഴാണോ അതോ ആരെങ്കിലും വരുമ്പോഴാണോ? അതെങ്ങനെ വേണമെങ്കിൽ ആവാം. അതാണ് ചിലപ്പോൾ അവൻ എന്തെങ്കിലും ഈ പുതിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ അടുത്തേക്ക് കാണിക്കുമ്പോഴാണ് കൂടുതൽ. ഇപ്പൊ ഒന്ന് ഞാൻ രജീഷ് പിടിച്ചു ഒന്ന് തൊട്ടെ, ബാക്കി തൊട്ടെ കുറയ്ക്കുമ്പോ ഒന്നുകൂടെ ബാക്കി തൊട്ടാ മതി. ഞാൻ പിടിച്ചു. ഗ്ലൗസ് ആണോ? ഓക്കെ, അപ്പം ഞാൻ ഇവനെ ഒന്ന് നോക്കട്ടെ. ഇവന് എന്താ പ്രശ്നം വെച്ചാൽ ഇവന് ഭയങ്കര ഒബ്സസീവാണ്. അതായത് ഇത് ട്രെയിനിങ്ങിൻ്റെ ആസ്പെക്ട്സോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൻ്റെ ആസ്പെക്ട്സോ അല്ല, ഇവന് ഭയങ്കര ഒബ്സഷനായിരുന്നു. ഓക്കെ, മാഡം നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കൂ, ഞാനും ധീരജ് ഇവനെ അഡ്രസ്സ് ചെയ്യാം. ഓക്കെ.
ഓക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ എനിക്ക് പിന്നെ കുറച്ചൊരു ആ ഒബ്സഷനിൽ നിന്ന് ഇൻസെക്യൂരിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇൻസെക്യൂരിറ്റി കൊണ്ടുപോയാൽ അതായത് ഇവൻ സെക്യൂർഡ് ആവരുത്. അപ്പോൾ ഇവൻ കടിക്കാൻ വരുന്നത് അവൻ ഡോമിനേഷനും ഒബ്സഷനും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എടുക്കാൻ പോകുമ്പോൾ കടിക്കാൻ പറ്റും. അപ്പോൾ ഇതെനിക്ക് അവനെ മാറ്റണം. അപ്പോൾ മാറ്റണമെങ്കിൽ ഞാൻ ഇവൻ്റെ മുകളിൽ അപ്പർ ഹാൻഡ് എടുക്കണം. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാം, എന്നൊക്കെ സൗണ്ട് കേൾക്കാം, കാണുമ്പോൾ കുറച്ച് വൾഗറായിട്ട് തോന്നാം. ഇത് ഒരു കാരണവശാലും പ്രേക്ഷകർ ട്രൈ ചെയ്യരുത്. ഇത് റിയലി ബിഹേവിയർ മോഡിഫിക്കേഷനാണ്. എക്സ്പേർട്സ് വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ കാണുക, ഇങ്ങനെ വരാതെ ശ്രമിക്കുക. ഇത് വന്നു പോയത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോഗിനെ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവന് ഫുള്ളായിട്ട് തുറന്നു വിടുകയും നമ്മൾ അവൻ്റെ കൗച്ച് കയറ്റുകയും നമ്മൾക്ക് അവന് മാറി നിൽക്കാൻ വേണ്ടി അവനെ ഗൈഡ് ചെയ്യാത്തതുകൊണ്ടാണ്. സ്പേസ് തരണം. അവൻ സ്പേസ് തരുന്നില്ല. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഒരു ബോട്ടിൽ തരിക, പ്ലാസ്റ്റിക് ബോട്ടിൽ തരിക. ധീരജ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവന് ഞാൻ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ധീരജും കൂടെ ബാക്കിലോട്ട് പോകും. കാരണം ഇവൻ ഒന്നും തന്നെ ഇതിൻ്റെ നിങ്ങളുടെ പാർട്ടല്ല എന്നുള്ളത് ബാക്കിലോട്ട് പോകുള്ളൂ. ഓക്കെ. നിങ്ങൾ ഇവനെ ആലോചിക്കുകയും ചെയ്യരുത്. അയ്യോ പാവം, എന്താണ് സ്നേഹം, ഒന്നും തോന്നരുത്. ഇത് ക്ലിയർലി ഇന്നത്തെ സെക്കൻഡ് കൊണ്ട് ഇവനെ എടുത്തു കളയുകയാണ്. ഓക്കെ. ഞാൻ എൻ്റെ കൈ താന്നാൽ അവൻ മാറണം എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ ഇതിനൊരു ഇതൊക്കെ തോന്നും. പക്ഷെ ഞാൻ ചെയ്യുന്ന അതല്ല, ഒബ്സഷൻ മാറ്റുകയാണ്. ഓൾറെഡി ഇൻസെക്യൂരിറ്റി ആയി. ഓക്കെ. ഞാൻ ഈ ബോട്ടിൽ എടുക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കൈയിനെ കടിക്കാൻ വരരുത്. അതായത് എൻ്റെ കൈ വന്നാൽ അവൻ കടിക്കാനല്ല വരേണ്ടത്, അവോയ്ഡ് ചെയ്യാൻ വരേണ്ടതാണ് പഠിപ്പിക്കാൻ. അത് അതായത് കൈ പോയാൽ എൻ്റെ കയ്യിലൊരു കടി വീഴും. കടി വീഴുമ്പോൾ പെയിൻ വരും. പെയിൻ വരുമ്പോൾ എൻ്റെ സൈക്കോളജി മാറും. ഓക്കെ. അതേസമയം പ്ലാസ്റ്റിക് ബോട്ടിലോ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റോ ഉപയോഗിക്കുമ്പോൾ കടി കൊണ്ട് അവൻ വിജയിക്കുന്നില്ല. ഹീസ് ഫെയിലിംഗ് ഇല്ല. മനസ്സിലായി? അപ്പൊ അവന്റെ ആ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് മൗത്താണ്. അപ്പൊ കടിച്ചിട്ട് ഒരു പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? മിണ്ടായിരിക്കുക. അപ്പൊ ആ ഒബ്സഷൻ അങ്ങ് മാറും. Good. Hey. 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 Good. Hey. അവോയ്ഡ് ചെയ്യണം. അതായത് കടിച്ചിട്ട് പ്രയോജനമല്ല. ഹീസ് ഫെയിലിംഗ്. ഓക്കെ. അവനെ ഉപദ്രവിക്കണമല്ല, അവൻ കടിക്കുകയാണ്. കണ്ടോ? അപ്പൊ അതിനെക്കാട്ടി നല്ല ഓപ്ഷൻ മിണ്ടാതിരിക്കുന്നതാണെന്നുള്ള ഫീൽ ചെയ്യും. ഫൈറ്റ് ചെയ്യുന്നതല്ല, ബെറ്റർ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ ഇത് ഇപ്പൊ അവൻ ഓക്കെ ആയി. ബാക്ക് ബാക്ക്. ഇപ്പൊ ഞാൻ തോറ്റു. ബാക്ക് 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 ബാക്ക്. ഗുഡ്. വെരി ഗുഡ്. ബാക്ക് ബാക്ക്. ഗുഡ്. വെരി ഗുഡ്. സബ്മിസീവ് ആയി. ഗുഡ്. ഓക്കെ. ബാക്ക് ബാക്ക്. ഗുഡ്. Hey, 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 good. Back. Good. Back. ലീഷ് ഒന്ന് ഇറക്കട്ടെ ബാക്കിലേക്ക്. കുഴപ്പമില്ല, വിട്. ഞാൻ ചെയ്തോളാം. കുഴപ്പമില്ല. ബാക്ക്. ഗുഡ്.
Good boy. അതായത് ഇപ്പൊ ഇതിന്റെ ഒബ്സഷൻ മാറ്റിയതാണ്. ഇതിന്റെ ഒബ്സഷൻ മാറ്റിയപ്പോൾ ഫൈറ്റ് വന്നു. പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം ട്രെയിനിങ്ങിലേക്ക് വരില്ല. ഇനി ട്രെയിനിങ്ങിലേക്ക് പോവാണ്. അതായത് ഇവിടെ ഒബ്സഷൻ മാറ് മാറ് ബാക്ക് മാറ്. ഗുഡ് ഗുഡ് ബോയ്. യെസ്, അഫെക്ഷൻ. ഗുഡ്. ബാ കം 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 കം. ഗുഡ് കം കം കം. ഗുഡ് ഗുഡ് കം 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 കം. ഗുഡ് ബോയ്. യെസ്, അഫെക്ഷൻ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ അവൻ്റെ ആ റിയാക്ഷൻസ് കണ്ടുകൊണ്ട് നമ്മൾ പഠിപ്പിക്കണം. ഓക്കെ, ഇപ്പം ബാക്ക്. ഞാൻ എണീച്ചു, ഇവിടെ വന്നു, മേളിൽ കയറാൻ സമ്മതിക്കരുത്. മേളിൽ കയറുന്ന ഡോമിനൻസ് ആണ്. ഓക്കെ, നോ നോ. അതായത് ഒരു ഈ സിറ്റുവേഷൻ അവൻ കാണിക്കുമ്പോൾ തന്നെ അത് ഇത് കാണിക്കരുത്, പോവുക, മാറണം എന്നുള്ളത്. അത് വരുന്നതിനെക്കാട്ടി യു ഹാവ് ടു ഗീവ് സ്പേസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് അത്രയും ഫൈറ്റ് ഞാൻ എടുത്ത് കളഞ്ഞത് ബോട്ടിലാണെങ്കിൽ യു ക്യാൻ ഓൾസോ യൂസ് ബോട്ടിൽ. ഇപ്പോൾ കയ്യിൽ നിന്ന് ബോട്ടിൽ പോയില്ലേ, അത് ആക്ച്വലി വിന്നിങ് ആണ്. ജയിച്ചു പോയി, അവൻ ജയിച്ചു. പക്ഷെ അത് പെട്ടെന്ന് നമ്മൾ റിക്കവർ ചെയ്ത് അവനെ മാറ്റണം, അവൻ ഇറക്കി മാറ്റുക, പാറ്റ് ചെയ്യരുത്. ധീരജ് ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതൊരു ഒബ്സഷനാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഓരോന്നും വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ധീരജിന് പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതൊരു ലീഷ് എടുക്കുക, ബോട്ടിൽ കയ്യിലെടുക്കുക, ബോട്ടിൽ അത് തന്ന് ബോട്ടിൽ കൈയെടുക്കൂ. ഓക്കെ, അത് ആദ്യം അവനെ എടുത്തിട്ട് കളിപ്പിക്കൂ, കളിപ്പിക്കൂ. ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, ഗുഡ്. ആ അവോയ്ഡൻസ് തന്നു, കുഴപ്പമില്ല. ഗുഡ്. ഓക്കെ, ഗുഡ്. മള്ളി കയറരുത്, ഇറങ്ങാൻ പറയും. ഈ മേളിൽ കയറുന്നതെന്ന് വെച്ചാൽ അവൻ വിജയിക്കാൻ വേണ്ടി അവൻ ഓണർഷിപ്പ് എടുക്കുന്നതാണ്. ഓക്കെ, ആ ഒരിക്കലും മേളിൽ കയറ്റരുത് ഈ സമയങ്ങളിൽ. ഓക്കെ, ഗുഡ്. അവിടെ തറയിട്ടെ. ഗുഡ്. ഓക്കെ, അത് എടുക്കാൻ പോകും. വെരി ഗുഡ്, സൂപ്പർ, കഴിഞ്ഞു. അതായത് സബ്മിഷൻ തരണം എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ബോഡി പോകുമ്പോൾ സബ്മിഷൻ തരണം എന്നുള്ളത്. ഇനിയിപ്പോൾ അവിടെ എടുത്തേ. വെരി ഗുഡ്, പാറ്റ് ചെയ്തേ. ഞാനിപ്പോൾ അവനിൽ നിന്നും ആ റിയാക്ഷനെ എടുത്ത് കളഞ്ഞിരിക്കുക. ഒരു പക്ഷെ റിയാക്ഷൻ വന്നാൽ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇനി അമ്മയുടെ കൂടെ ഇരിക്കുമ്പോഴല്ലേ പ്രശ്നം, അല്ലേ? സാറിന് പോകാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അമ്മ ഇനി അവനെ എടുക്കൂ, എന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കും. ഓക്കെ, ധീരജ് അടുത്ത് പോകുമ്പോൾ അവൻ മാറണം, ഇറങ്ങി പോകണം. ഓക്കെ, ഇവ ഇറങ്ങിപ്പോണം, നമ്മൾ വരുമ്പോൾ അവ ഇറങ്ങിപ്പോകണം. അതാണ് അച്ചീവ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് റൂമിൽ പോകുമ്പോൾ നമ്മൾ എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ റൂമിൽ പോകുമ്പോഴോ അവൻ എനിക്ക് സ്പേസ് തരണം. ഇതാണ് അൾട്ടിമേറ്റ് ചെയ്യേണ്ടത്. അതെല്ലാം ഇതിന്റെ പാർട്ടാണ്. നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴും നമ്മൾ കൂടെ നിൽക്കുമ്പോൾ കൈ കൊണ്ട് മാറ്റരുത്. നമ്മൾ വരുമ്പോൾ അവൻ മാറണം എന്നുള്ളത് പഠിപ്പിക്കുക. മനസ്സിലായി? നമ്മൾ വരുമ്പോൾ അവൻ മാറണം. ഓക്കെ, അവിടെ ട്രീറ്റ് ഒന്നും വർക്ക് ചെയ്യില്ല, നമ്മുടെ സൈക്കോളജി മാത്രമേ വർക്ക് ചെയ്യൂ. അപ്പോൾ അത് ആ ബെഡ്റൂമിൽ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. മാഡം ഇവിടെ വന്ന് ഇരിക്കും, അവൻ മാറണം. അവനെ എടുത്തോളൂ, ലൈക്ക് എ ലൈഫ് സ്റ്റൈൽ. അല്ലല്ല, ലീഷോ ഉണ്ട്. അവിടെ ഇരുത്തിക്കോളൂ. ഗുഡ്. ഓക്കെ, ഗുഡ്. ഇനി ഇവിടുന്ന് മാറാൻ പാടായിരിക്കും, അതല്ലേ പറയുന്നത്, അല്ലേ? അപ്പൊ ഇനിയിപ്പോ ഇവൻ ഇവിടുന്ന് മാറണം. അതാണ് നമ്മൾ അൾട്ടിമേറ്റ്. അപ്പൊ മാഡം ഇരിക്കേണ്ടത്, മാഡം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാഡത്തിന്റെ ഇവന് കൂടുതൽ ഒബ്സഷൻ. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നി നിങ്ങൾക്ക് കൺട്രോൾ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ മാഡത്തിന് മാറ്റിയിടാം. ഓക്കെ, ഇത് ഇവനെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ധീരജ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ മാഡം ഇവന്റെ ലീഷ് പിടിച്ച് തറയിൽ ഇടണം. അവ ആദ്യം എന്താണ് റിയാക്ഷൻ ചെയ്യുന്നത് നോക്കട്ടെ. വരൂ, വെയിറ്റ് ചെയ്യൂ. വന്നോണ്ട് തുടരുത്. ഓക്കെ, ഒന്ന് മാറ്റൂ. നിങ്ങൾ നാച്ചുറലി ചെയ്യുന്ന പോലെ ചെയ്യും. റിയാക്ഷനായി. ഓക്കെ, മാറുന്നില്ല. ഒന്നുകൂടെ ചെയ്ത് അതൊന്നും കൂടെ ചെയ്ത്
മാറുന്നില്ല. ഓക്കെ, അവ മാറില്ല. അപ്പൊ നാളെ വരുമ്പോൾ റിയാക്ഷൻ വരും. അപ്പം ധീരജ് ഒന്നുകൂടെ വരും. ഓക്കെ, മാഡം ലീഷ് പിടിച്ച് മാറ്റിയിടും. മാറുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ചെയ്യാം, അവനെ മനസ്സിലാക്കി കൊടുക്കാം. മാഡം അവിടെ തന്നെ ഇരിക്കും. ലീഷ് തരാവോ? ഇതിപ്പോ ഞാൻ അവനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവിടെ ഒന്നും കൂടെ ചെയ്യും. വെരി ഗുഡ്. അവൻ കയറി അവൻ മേളിൽ കയറില്ല ഇനി, എന്നാലും അവനെ കയറ്റിയിരുത്തോ? അല്ല ലീഷ് കൊണ്ട് തന്നെ കയറ്റും. ഓക്കെ, ആ ലീഷ് തന്നേക്കും. ഒന്നുകൂടെ മേളിൽ. ഓക്കെ, കയറുന്നില്ലേ അത്രയും നല്ലതാ. ഇപ്പോൾ ഈ ഡോഗിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഡോഗ് ഇതിന്റെ മേളിൽ കയറുന്നു, അല്ലെങ്കിൽ ഇവിടെ അടുത്തിരിക്കുന്നു. അടുത്ത ഓപ്ഷൻ വെച്ചാൽ മാറുന്നില്ല, എന്നിട്ട് അവൻ അത് ഓൺ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇത്രയും ഒരു ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ അവനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവന് അടുത്ത് വരുമ്പോൾ തന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഫൈറ്റ് ചെയ്യാനാണ്, കടിക്കുക. അപ്പോൾ ആ ബോട്ടിൽ കടിച്ചതെല്ലാം എൻ്റെ കൈ കടിക്കുകയോ കാലിൽ കടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ആ റിയാക്ഷൻസിൽ അവൻ ജയിക്കുകയാണ്. പക്ഷേ ഒബ്സഷൻ വളരെ പെട്ടെന്ന് മാറി, ടോയിലുള്ള ഒബ്സഷൻ. പക്ഷേ സ്പേസിൻ്റെയും അതേപോലെ എൻ്റേതാണ്, എൻ്റെ റൂളാണ് എന്നുള്ളത് മാറില്ല. കാരണം ഡോഗ് ഓരോ വർഷവും കൂടുന്തോറും അവൻ നമ്മളെ ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് മാഡത്തിൻ്റെ സ്നേഹവും അഫെക്ഷനും കൂടെ ആയപ്പോൾ ഡിസിപ്ലിൻ അങ്ങ് ബ്രേക്കായി. അപ്പോൾ അവന് ഞാനൊരു റൂൾ ഉണ്ടാക്കിയതാണ്, ഡിസിപ്ലിൻ. അപ്പോൾ ഇതിപ്പോൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞു. ഇനി ഞാൻ അവിടുന്ന് വരും, മാഡം പറയാതെ തന്നെ അവൻ മാറുന്നതെന്ന് നോക്കുക. അവൻ മാറിയില്ല, വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മാഡം ലീഷുമായിട്ട് മാറ്റുമെന്ന് പറയാം. അപ്പോൾ ഫൈറ്റ് വരരുത്. ഓക്കെ, അവൻ നോക്കാം. എന്നിട്ട് ധീരജനെ കൊണ്ട് ചെയ്യാം. ചെയ്യോ, മാറേ, മാറ്റിക്കോ. വെരി ഗുഡ്, ദാറ്റ്സ്. അപ്പം ഇപ്പം മാഡത്തിൻ്റെ കയ്യിൽ കൺട്രോൾ കിട്ടി. ഓക്കെ, അവൻ മാറി. അപ്പോൾ ആ ഓപ്ഷൻ മാഡം കൊടുത്തതാണ്. അപ്പോൾ ഫൈറ്റ് ഉണ്ട്, ഇപ്പോഴും കംപ്ലീറ്റ്ലി പോയിട്ടില്ല. ഇനി ഒന്നും കൂടെ ചെയ്യും. കാരണം അവിടെ അത്രയും നേരം ഇരുന്നത് കൊണ്ടാണ്. വെയിറ്റ്. ഓക്കെ, ഇനി ഒന്നും കൂടെ. ഗുഡ്. ആ വരാൻ പാടില്ല. മാറി. ദാറ്റ്സ് ഇറ്റ്, മച്ച് ബെറ്റർ. ഗുഡ്. ഇവിടെ നിർത്തിക്കോളൂ. നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണ്ട. ഗുഡ്. ഓക്കെ, ഒന്നുകൂടെ. ഇനി ധീരജ് ചെയ്താ. ഇത് ആക്ച്വലി ഒരാളുടെ ഒബ്സഷൻ ആയി പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ധീരജ് ചെയ്തു. പറയൂ. That's it, enough. അപ്പൊ ഇത് മാഡത്തിന്റെ സ്പേസിൽ നിന്ന് മാറിത്തരും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ആര് വരുന്നു, അപ്പൊ ധീരജ് വരുമ്പോ കുറച്ചും കൂടെ അവനെ നോക്കണ്ട, മാറ് എന്ന് പറഞ്ഞിട്ട് ഓണർഷിപ്പ് എടുത്തു വരുന്നു. ഒന്നുകൂടെ വലിച്ചോളൂ. മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാണ്. ഓക്കെ, ഒന്നുകൂടെ മാറ്റും. അവിടെ നിർത്തും. വെരി ഗുഡ്. അല്ല, ഇപ്പോഴും മാഡത്തിനാണ് അവന് പവർ തരുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ വരുമ്പോ പവർ മാറും. ഒന്നുകൂടെ ചെയ്ത് നോക്കും. ഒന്നുകൂടെ വിട്ടോളൂ. അവിടെ നിന്ന് മാറേ. കണ്ടോ, ലീഷ് ആര് പിടിക്കുന്നോ അതിനനുസരിച്ച് മാറുകയാണ്. കാരണം അവിടുന്ന് പോകുന്ന അവിടെ അത്രയും കോൺഫിഡൻറ്റോടെ ചെയ്യാം. മാഡത്തിന് ഒരു ധൈര്യം ഉണ്ടായിരുന്ന ഇത് പെട്ടെന്ന് തീരും. ഓക്കെ, കാരണം ഇതൊരു അപ്പാവിയോ ഒന്നും അല്ല. മാഡത്തിൻ്റെ ലീഷ് തരുമ്പോൾ ആൾ മാറുന്നു. ശ്രദ്ധിച്ച് ഒന്നും കൂടെ നോക്കിക്കോളൂ. വളരെ ശ്രദ്ധിച്ച് നോക്കൂ. ധീരജ് നിർത്തിക്കോളൂ. പിടിച്ചു. ഓക്കെ, ഇപ്പം ഞാൻ പിടിച്ചിരിക്കുകയാണ്. അവിടെ തന്നെ ഇരിക്കുക. ഓക്കെ, മാറി. കണ്ടോ, എൻ്റെ ലീഷ് എൻ്റെ കയ്യിലാണ്. അതേസമയം ഇത് പിടിച്ചോ മാഡം, പിടിച്ചോളൂ. ഓക്കെ, ഇപ്പം നോക്കിക്കോളൂ. മാറി.
കണ്ടോ അതെ. അപ്പോൾ അതായത് ഇതേ ഒരു മെൻറ്റാലിറ്റി വേണം. ഈ മാഡത്തിനെ അവൻ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിനടുത്ത് അവന് പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. യു ഹാവ് ടു ചേഞ്ച്, അത്രേ ഉള്ളൂ. അത് ആ ഒരു കോൺഫിഡൻറ്റോടെ തന്നെ മാഡം ചെയ്യണം. അപ്പോഴേ റിയാക്ഷൻ വരാതിരിക്കുക. ഒരു സ്ലൈറ്റ് റിയാക്ഷൻ പോലും വന്നാലും റിപ്പീറ്റഡ്ലി ഡൂയിങ്. സൂപ്പർ, ഗ്രേറ്റ്. ഇത് ഒരു പ്രാവശ്യം കൂടെ ചെയ്തോളൂ. ഓക്കെ, വൺസ് അഗൈൻ. അവൻ പതുക്കെ വരട്ടെ, സ്ലോലി. ആ ഫൈറ്റ് ചെയ്യാണ്, അവന് മനസ്സിലാവും അവന് വരണ്ടെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ക്യാരി ഓൺ. വെരി ഗുഡ്. മീൻസ് പ്രേക്ഷകർ കാണുമ്പോൾ വിചാരിക്കും ഇതെന്തോ ഒരു ഇതാണ്, പക്ഷെ ആക്ച്വലി ഒബ്സഷൻ വന്ന ഡോഗ് വെരി ഗുഡ്. അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. സെയിം തിങ് ആണ്, കണ്ടിന്യൂ ഇറ്റ്. മാഡം ധൈര്യത്തിൽ അങ്ങ് ചെയ്താൽ മതി. അതായത് അവൻ ഫൈറ്റ് ചെയ്ത് മുകളിൽ കയറുകയാണ്. യു വാണ്ട് ടു ബി വെരി ഗുഡ് ചലഞ്ച്. നോക്കുന്നുണ്ടോ? ഐ കോണ്ടാക്ട്. ഓക്കെ, യു ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, ധീരജ് വരികയാണ്, വീട്ടിൽ വരികയാണ്. ജസ്റ്റ് അമ്മ എന്ന് സംസാരിച്ചുകൊണ്ടെങ്കിൽ വരും നാച്ചുറലി. അപ്പൊ അവിടെ തന്നെ ഇരിക്കാൻ. ബി നാച്ചുറൽ ആൻഡ് ബി നാച്ചുറൽ യുവർ സൈഡ്. കം, മാഡം കോൺഫിഡന്റ് ആയിട്ട്. അതെ, വെരി ഗുഡ്. കണ്ടോ, ആ കൈ വെച്ചത് ഒബ്ജക്ഷൻ ചെയ്യാണ്. ഓക്കെ, അത് ഇതിന് പവറില്ല. അതെ, കണ്ടോ, ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ടോ? മാറിക്കേ. മെന്റൽ പവറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബ്രെയിൻ പവർ, ഫിസിക്കൽ പവർ അല്ല, മെന്റൽ പവർ. വൺസ് അഗൈൻ ചെയ്തോ, ഒന്നുകൂടെ ചെയ്യും. വെരി ഗുഡ്. പേര് പറയുന്നത് തെറ്റാണ്. ഓക്കെ, യു ക്യാൻ സേ കാര്യം. സൂപ്പർ. പാറ്റിൻ ഗുഡ്. പാറ്റിൻ. നമ്മുടെ ഡോക്ടർ സുകുമാർ വാര്യരാണ് സാറ് കോട്ടക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യനാണ്. അപ്പോൾ സാർ ഫാമിലി ആയിട്ട് ഹഡിൽ ചെയ്യുക. ഓക്കെ, ഇവനെ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, മാഡം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അവനൊരു പൊസിഷനുണ്ട്, ഇതാണ് അവൻ്റെ പൊസിഷൻ. ഓക്കെ, ഇവർ വന്നു കഴിഞ്ഞാൽ അവന് നോക്കാം, എന്തെങ്കിലും ചെയ്യാം, പെട്ടെന്ന് മാറ്റി അങ്ങ് ഇടുക, അത്രേ ഉള്ളൂ വേണ്ടിയത്. ഓക്കെ, അത് ഇവിടെയാണെങ്കിലും ശരി, കൗച്ചിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി. പ്ലീസ് സാറ് വന്നതിന് ശേഷം യു കം ആൻഡ് ഗീവ് എ ഫാമിലി. ഇരിക്കുക, ജസ്റ്റ് വരിക, സംസാരിക്കുക, മാറാൻ പറയും. മാഡം മാറാൻ പറയും. പെർഫെക്റ്റ്. ഓക്കെ, ഇനി ധീരജ് വരൂ, സിസ്റ്റർ വരൂ. ഓക്കെ, ജസ്റ്റ് ടേക്ക് ദ സ്പേസ്. മാറാൻ പറയും. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. സൂപ്പർ. വെരി ഗുഡ്. സൂപ്പർ ഗുഡ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ് ചെയ്യുമ്പോൾ അവൻ ഇവിടെ വന്ന് നിർത്തിക്കോളൂ, അവനെ അവോയ്ഡ് ചെയ്യണ്ട. ഓക്കെ, ഹി ക്യാൻ ബി വിത്ത് യു. ദാറ്റ്സ് ഇറ്റ്. ഗുഡ്. That's it. Now you pat everybody. ഇനി എല്ലാവരും പാറ്റ് ചെയ്യും. ഗുഡ്, വെരി ഗുഡ്. സോ നമുക്ക് ഗുഡ്. ഇതിപ്പോ പെർഫെക്റ്റ് ഫാമിലി പിക്ചർ അല്ലെ? ഇതൊരു പെർഫെക്റ്റ് ഫാമിലി പിക്ചർ. അവന്റെ പൊസിഷൻ എവിടെയാണെന്നുള്ള വ്യക്തമായി. അപ്പോൾ ഈച്ച് എവരിബഡി ഹാസ് എ റോൾ. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ മാത്രമേ അവർ നമുക്ക് റെസ്പെക്ട് തരൂ, അല്ലെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ. ധീരജ്, അപ്പൊ പറയൂ, ട്രെയിനിങ്ങിന്റെ ശേഷമുള്ള എക്സ്പീരിയൻസ് എന്ത് മനസ്സിലായി, എങ്ങനെയൊക്കെയാണ്? ഇപ്പൊ അതായത് ഇപ്പൊ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കൂടി കിട്ടി. അതായത് ഇപ്പൊ നമ്മൾ ഇവനായിട്ട് അഗ്രസീവ് കാണിക്കുമ്പോൾ നമ്മൾ ബാക്ക് ഓഫ് ചെയ്യാറാണ് പതിവ്. കടി കൊള്ളണ്ട, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കടിക്കുന്ന മറ്റുള്ളവർ കാണും വിചാരിച്ചിട്ട് നമ്മൾ ബാക്ക് ഓഫ് ചെയ്യും. അപ്പൊ അത് അവോയ്ഡ് ചെയ്ത് നമ്മളെ ഓണർഷിപ്പ് എടുത്തിട്ട് ഇവനെ നമ്മൾ കൺട്രോൾ ചെയ്യാം. നമ്മളാണ് മാസ്റ്റർ എന്ന് മനസ്സിലാവും. അപ്പൊ ഇവന് വരാനുള്ള കാരണം എന്താണ്? ഒരുപാട് അഫെക്ഷൻ കൊടുത്തു. ഒരുപാട്, അതായത് വേണ്ടാത്ത സമയത്തും അഫെക്ഷൻസ് കൂടുതൽ പോർ ചെയ്ത് പൊസിഷൻ ക്രിയേറ്റ് ആവും. ഇപ്പൊ അവന്റെ പൊസിഷൻ ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്ടർ സുകുമാർ വാര്യർ ആൻഡ് ഫാമിലി, ധീരജ്, ലവബിൾ പെറ്റുമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ വൈൻഡ് ഓഫ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഓരോ പെറ്റിനും ഓരോ ബൗണ്ടറീസ് ഉണ്ട്, ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്, ഓരോ റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രിറ്റി പെറ്റ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ടിൽ ദെൻ, ഗുഡ് ബൈ ഫ്രം കാർത്തിക്.